ഹലോ, ഹായ്, വെൽക്കം ബാക്ക്. പൊന്നാനിപ്പുറത്തെ പുതിയ വീട്ടിലേക്ക് ഏവർക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വേറെ ഒന്നുമല്ല, MPFA പൊന്നാനി നടത്തി വന്നിരുന്ന മത്സര സമ്മാനദാന പരിപാടികളാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. നടക്കാൻ സ്ഥലം വരുന്നത് നമ്മളെ പൊന്നാനി പള്ളപ്പുറമുള്ള ബെസ്റ്റ് മലബാർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. PPFAയുടെ പരിപാടി നടന്ന് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അവർക്കും അതേപോലെ സമ്മാനദാന പരിപാടികൾ ഉണ്ടായിരുന്നു. എനിക്ക് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് വേറൊരു പരിപാടിയും വർക്കും കാര്യങ്ങളും ഉണ്ടായത് എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവരത് ഒരു അവസരം കിട്ടിയപ്പോൾ വന്ന് എടുക്കാൻ നമുക്ക് ആരുടെയായാലും നമുക്ക് പരിപാടികളൊക്കെ കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളത്, നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അപ്പോൾ നമ്മുടെ നേരെ വീഡിയോക്ക് പോകാം. നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൻ നിൽക്കണം, നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. പൊന്നാനിപ്പാട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, മറക്കാണ്ട് ഫോളോ ചെയ്യുക. അപ്പം MPFA പൊന്നാനിയുടെ നമ്മുടെ മത്സര സമ്മാനദാനം. ഓക്കെ, ഇവിടാണ് തുടങ്ങുന്ന പരിപാടികൾ കേട്ടോ. ഓക്കെ, നേരെ വെസ്റ്റ് മലബാർ മിനി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ MPFAയുടെ ഈ പ്രാവശ്യത്തെ മത്സര സമ്മാനദാനം തുടങ്ങുന്നത്. എന്താ പാട്, ഉഷാറല്ലേ? എല്ലാവരും എല്ലാം ഇവിടെ ഉള്ളവരല്ല കേട്ടോ. പൊന്നാനിക്കാരനല്ല, ഫുള്ള് എല്ലായിടത്തൊന്നും ഈ മത്സര സമ്മാനദാനം ഏറ്റെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ. അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എല്ലാവരും വീഡിയോസ് കാണാറുണ്ട്. കൂടുതലും പിള്ളേരൊക്കെ തന്നെയാണ്. പക്ഷെ ഇവരും ഇതേപോലെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമാണ്. വിജയികളായവർക്കുള്ള സമ്മാനദാന ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ പ്രവർത്തകർക്കും സ്നേഹികൾക്കും 1000 ഊഷ്മളമായ നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും നമ്മുടെ ഹാളിന്റെ അകത്തേക്ക് കയറിയിരിക്കണം എന്ന് അറിയിക്കുകയാണ്. പുണ്യാൽ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നന്ദി. MPFA പൊന്നാനി കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 13ാം വാർഷികവും വിജയികൾക്കുള്ള സമ്മാനദാനവും ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ പ്രാവശ്നേഹികൾക്കും 1000 ഊഷ്മളമായ നന്ദി അറിയിക്കുന്നു. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പഴയകാല പ്രാവുഭാഗത്തിൽ സ്നേഹികളെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം മൗനം ആചരിക്കാം. തിരുവനന്തപുരം, ശേഖരൻ പാലക്കാട്, CPFA കോഴിക്കോട് പ്രസിഡന്റ് ജസ്നീർ, CPFA കോഴിക്കോട് സെക്രട്ടറി മുഫ്സീർ, MPFA മുൻ സെക്രട്ടറി അരുൾ ജ്യോതി, ഫറൂഖ് പ്രസിഡന്റ് ഷെരീഫ്, KPFA കണ്ണൂർ പ്രസിഡന്റ് അനീഫ, KPFA കണ്ണൂർ സെക്രട്ടറി അർഫാൻ അപ്പു, സാമൂഹ്യ പ്രവർത്തകൻ രാമചന്ദ്രൻ തൃത്തല്ലൂർ, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എന്റെ പേരിലും MPFA കമ്മിറ്റിയുടെ പേരിലും 1000 നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് MPFA ജോയിന്റ് സെക്രട്ടറി മനോജ് ചമ്പ്രവട്ടത്തെ ക്ഷണിക്കുന്നു. നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ പൊന്നാനി മുനിസിപ്പാലിറ്റി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നന്ദി. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, സത്യം പറഞ്ഞാൽ
പരിചിതമല്ലാത്ത ഒരു മേഖലയാണ്. കുറെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും സാധാരണ നാട്ടിലെ ക്ലബ്ബുകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എല്ലാം വിവിധ തരത്തിലുള്ള പരിപാടികളെയാണ് ചെറുപ്പക്കാരുടെ ലഹരി എന്ന് ഈ നാടിനോട് വിളിച്ചു പറയുന്ന നിങ്ങളുടെ ഈ കൂട്ടായ്മയെയും ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. അഭിമാനമാണ്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇത് ഇന്ന് ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർ ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഇതൊരു പ്രോത്സാഹനമായി കണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ ഈ സന്ദേശം നാടിനകത്ത് അറിയിച്ചുകൊണ്ട് മഹാഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാരെ, മഹാഭൂരിപക്ഷം വരുന്ന ചെറുപ്പത്തെ നമ്മുടെ സംഘടനയ്ക്ക് കീഴിൽ അണിനിരത്താൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കേണ്ടതുണ്ട്. ഈ വലിയൊരു പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞത് അനൗചിത്യമാണ്. അതുകൊണ്ട് തന്നെ ഔപചാരികതയുടെ പേരിൽ മാത്രം ഈ മഹത്തായ സൽക്കർമ്മം, ഈ മഹത്തായ പരിപാടി, പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും, ഇതിന്റെ സംഘാടകരെയും പ്രിയപ്പെട്ടവരെയും എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കമ്മിറ്റി സെക്രട്ടറി ശ്രീ അരുൺ ജ്യോതി അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ അഭിമുഖമായി സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ജ്യേഷ്ഠന്മാരെ, കമ്മിറ്റിയുടെ 2025 സമ്മാനദാനമാണ് നമ്മളത് റീഡ് ചെയ്ത് അതിന് പുതിയ നമ്മൾ മത്സരത്തിൽ ഇറക്കുമ്പോൾ നമ്മളെ പോലുള്ള ബേർഡ്സിന്റെ കൂട്ടിൽ അത് ലോക്കായി പോകുമ്പോൾ ആ ബേർഡ്സ് നമുക്ക് നമ്മുടെ ഉപയോഗമാകില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ഇതിന്റെ പേരൻസിനെ ഡിസ്പോസ് ചെയ്യും. ഇത് എന്നായിരുന്നാലും ഈ ബേർഡ്സ് നമ്മുടെ ലോകത്തിൽ നിന്ന് പുറത്താകുന്ന ദിവസം തന്നെ അത് അതിന്റെ വീട്ടിലേക്ക് സ്വാഭാവികമായും തിരിച്ചെത്തും. പക്ഷെ ആ സമയത്തേക്ക് നമ്മൾ അതിന്റെ പാരന്റ്സിനെ നമ്മൾ ഡിസ്പോസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ മറിച്ചാർക്കുകയും കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതുകൊണ്ട് ക്വാളിറ്റി ഉള്ള ഒരു ബേർഡ്സിന്റെ പാരന്റ്സ് നമുക്ക് നഷ്ടപ്പെടും. എന്തായാലും ഇവിടെ ആവശ്യപ്പെട്ടത് പ്രകാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഉദ്ഘാടനത്തിൽ, ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉള്ളതോ ഇത്തരത്തിലൊരു വലിയ സ്വാധീനം ഈ മേഖലയിൽ ചെറുപ്പക്കാർക്കുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് ബോധ്യമായിട്ടുള്ളത്. സാധാരണ നഗരസഭകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളോ മറ്റൊന്നോ നിലവിലില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാനിപ്പോ ഇങ്ങനെ ആലോചിച്ചപ്പോൾ കേരളോത്സവം പോലെയുള്ള പരിപാടികളിൽ ഇതിനെ ഉൾപ്പെടുത്തുന്നതടക്കമുള്ള, നിലവിൽ അത് മാർഗനിർദ്ദേശത്തിൽ ഇല്ലാത്തതാണ് എങ്കിലും പൊന്നാനി നഗരസഭയിൽ നിന്ന് അതൊരു തുടക്കം കുറിക്കാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരു ഇടപെടൽ ഉണ്ടാകും. ഇത്തവണയല്ലെങ്കിൽ അടുത്ത തവണയെങ്കിലും കേരളോത്സവത്തിൽ പ്രാവ് പറത്തൽ ഒരു ഇനമാക്കി കൊണ്ടുവരാനുള്ള ഒരു നിർദ്ദേശം എന്റെ ഭാഗത്തു നിന്ന് 100% ഉണ്ടായിരിക്കും. അത് കേരളത്തിലാകെ നടപ്പിലാക്കാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ പൊന്നാനി നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളത് ഒരു അറിയിപ്പ് കൂടി ഈ ഒരു മഹത്തായ കർമ്മത്തിൽ വെച്ച് അറിയിക്കാം. സ്നേഹികളെ, സഹോദരന്മാരെ, ഇന്നത്തെ ദിവസം നിങ്ങളെ ഏവരെയും കാണാൻ കഴിയും എന്നുള്ള ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്നുള്ള ഒരു നെഞ്ഞുവേദന കാരണം ആശുപത്രിയിൽ കൊണ്ടിടുകയും ചെറുങ്ങനെ 2 സ്ലീവൊക്കെ ഇട്ട് റെസ്റ്റിലാണ് ഞാൻ. ഈ 68-ാം വയസ്സിൽ ഈ 2 സ്റ്റഡ് ഇട്ടതിന് ശേഷവും പൊന്നാനിയിൽ നിന്ന് വിളിച്ചതിന്റെ പേരിൽ എന്ത് ത്യാഗം സഹിച്ച് ഈ പ്രാവ് സ്നേഹികളെ വീണ്ടും കാണണം എന്നുള്ള ആഗ്രഹത്തിലും ആവേശത്തിന്റെ പേരിലും അവിടെ നിന്നും 2 വീലറിലാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി ഞാനിവിടെ അവിടെ പോകുമ്പോൾ എനിക്ക് പ്രൈസ് ഇല്ല. എന്നാലും ഞമ്മക്കളുടെ വാശി അടുത്ത തവണ അവനേക്കാൾ 1 മിനിറ്റ് കൂടുതൽ വർദ്ധിക്കാനുള്ള
വിജയികൾക്കുള്ള സമ്മാന ദാന ചടങ്ങാണ് വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ശേഖരേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് ശേഖരേട്ടൻ. 13:30 ടൂർണമെന്റ് മത്സരത്തിൽ 13 മണിക്കൂർ 29 മിനിറ്റും കരസ്ഥമാക്കിയ മാഷാ അല്ലാഹ് മാൽഖാവിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. 40,000 രൂപയും പ്ലസ് ട്രോഫിയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മാഷാ അല്ലാഹ് മാൽഖാവിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. RPJ മാരി പൊന്നാനി 7 മണിക്കൂർ 29 മിനിറ്റ്. ട്രോഫി 20,000 രൂപ ക്യാഷ് പ്രൈസ് സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നല്ല കൈയ്യടികൾ കൊടുക്കുക. മലബാർ രണ്ടാം സ്ഥാനത്ത് സമ്മാനിക്കുന്നു AFC താങ്കൂർ 13 മണി. മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന പ്രദേശ് പുതിയപാലത്തിന്റെ 15,000 രൂപ ക്യാഷ് പ്രൈസ്. 15,000 രൂപ. വളരെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് പോകാൻ സമയമായതുകൊണ്ട് തന്നെ നമ്മൾ നിർത്തിയേട്ടാ. കുറച്ചു നേരം നമ്മൾ ഇനിയും ട്രോഫികളും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. നമ്മൾ വൈറ്റപ്പ് ചെയ്യാണ് വീഡിയോ എന്ന് വെച്ചാൽ ഒന്നാമത് ലെങ്ത് ഓവറാവും. അതോടൊപ്പം തന്നെ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾക്ക് പോകാൻ
ടൈമായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വിടാൻ. അപ്പം നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കനൊക്കെ നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരും. പൊന്നാനിപ്പാട് ഇൻസ്റ്റാഗ്രാം പേജിൽ മറക്കാണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.